ഇന്ന് എൻ്റെ അമ്മ മരിച്ചിട്ട് 25 വർഷം തികയുന്നു. എൻ്റെ ആമ്പല്ലൂർ സ്വന്തം വീട്ടിലാണ് അമ്മയും അമ്മയുടെ അമ്മയും നിൽക്കുന്നത്. 5 ആങ്ങളമാരിൽ മൂത്ത ആങ്ങളയുടെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. മാഷായ ആങ്ങള ഇപ്പോൾ 78 വയസ്സ് പ്രായമുണ്ട്. ആ ആങ്ങളയുടെ കല്യാണത്തിന് പരിപാടിയെല്ലാം കഴിഞ്ഞ് ടീ പാർട്ടിയായിരുന്നു. ആ പലഹാരങ്ങളാണ്, ടീ പാർട്ടിയിൽ ബാക്കി വന്ന പലഹാരങ്ങളാണ് എൻ്റെ അമ്മയുടെ കയ്യിലുള്ളത്. ആ പലഹാരങ്ങൾ അമ്മ കൈപ്പിടിച്ച്, എൻ്റെ അമ്മ മരിച്ചിട്ട് തന്നെ 25 കൊല്ലമായി ഇന്നൊക്കെ. അമ്മയുടെ അതായത് അമ്മാമ്മ മരിച്ചിട്ടുള്ള കാലം എനിക്ക് ഓർമ്മയില്ല എത്രമാണ്. എന്തായാലും രണ്ടാമത്തെ ആങ്ങളയുടെ കല്യാണത്തിന് ഉണ്ട്. അമ്മാമ്മ കുറച്ച് ദേഷ്യക്കാരിയാണ്. അമ്മയുടെ അമ്മ നല്ല സാമർത്ഥ്യമുണ്ട്, ദേഷ്യക്കാരിയാണ്. പെൺകുട്ടികളോട് ഇഷ്ടക്കുറവുള്ള ഒരു അമ്മാമ്മയാണ്. ആൺമക്കൾ ജനിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. പെൺമക്കൾ ജനിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികളെ ഇഷ്ടക്കുറവാണ് എൻ്റെ അമ്മാമ്മയ്ക്ക്. ഞാൻ എൻ്റെ താഴെ 2 അനിയത്തികളും എൻ്റെ നേരെ മൂത്ത 2 ചേട്ടന്മാരും, അങ്ങനെ മൊത്തം 5 പേര്. 10 മക്കളിൽ 5 പേര്. 7ാമത്തെ ചേട്ടൻ കഴിഞ്ഞ 8, 9, 10 പെൺകുട്ടികളാണ്. അപ്പം ഞങ്ങൾ 3 പെൺകുട്ടികളും എൻ്റെ നേരെ മൂത്ത 2 ചേട്ടന്മാരും, മൊത്തം 5 പേരും ഏതാണ്ട് 2 വയസ്സിനാണ് മൂപ്പ്, പ്രായ വ്യത്യാസം. അപ്പോൾ പോൾസൻ ചേട്ടൻ്റെ രണ്ടാമത്തെ ആങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ടീ പാർട്ടി കഴിഞ്ഞ് പലഹാരമൊക്കെ അമ്മ ഇതാക്കി പൊതിഞ്ഞ് പിറ്റേ ദിവസം മറല് കുമ്പിടൽ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് എടുത്ത് വയ്ക്കുകയാണ്. ടീ പാർട്ടി കഴിഞ്ഞ്, കല്യാണത്തിൻ്റെ അന്ന് ടീ പാർട്ടി കഴിഞ്ഞ് ബാക്കി വന്ന പലഹാരം ആ സമയത്ത് ഒതുക്കി വയ്ക്കുന്ന സമയത്ത് ഞാനും എൻ്റെ 2 അനിയത്തികളും എൻ്റെ നേരെ മൂത്ത 2 ചേട്ടന്മാരും 5 പേര്, എല്ലാവരുടെയും ഈ 5 പേരുടെ വയസ്സൊന്നും എനിക്കറിയില്ല. പക്ഷേ 5 പേരും ഈ പലഹാരം വെച്ചിരുന്ന സ്ഥലത്തുനിന്ന് ഓരോ പിടി പലഹാരം എല്ലാത്തിൽ നിന്നും മാന്തി കൊണ്ടോടി. ആ നേരത്ത് അമ്മാമ്മയുടെ ദേഷ്യമാണ് ആ മുഖത്ത് കാണുന്നത്. അതുപോലെ തന്നെ കുറച്ച് വേണ്ട കാശൊക്കെ ഉണ്ട് മുക്കാട്ടുകാര അമ്മ വീട്ടിൽ. അപ്പാപ്പന് അന്ന് കാലത്ത് അപ്പാപ്പന് മാത്രമേ കാറുണ്ടായിരുന്നു കേട്ടുള്ളൂ. പണ്ട് കാലത്ത് മുക്കാട്ടുകാര തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ സൈക്കിള് വാടകയ്ക്ക് കൊടുക്കുന്ന പരിപാടി, സോഡ ക്രഷ് ഇതൊക്കെ വീട്ടിലുണ്ടാക്കി കുപ്പികളിൽ കയറ്റി പോവലേ. കുറേ പറമ്പ്, കുറേ നിലം എല്ലാം ഉണ്ട് എൻ്റെ അമ്മയുടെ അപ്പന്. അങ്ങനെ ഞങ്ങൾ പാർക്കാൻ ചെല്ലുമ്പോൾ അമ്മാമ്മ ഞങ്ങളെ കൊണ്ടൊക്കെ പണിയെടുപ്പിക്കും, നന്നായിട്ട് പണിയെടുപ്പിക്കും. കുറേ നെല്ലൊക്കെ സ്കൂൾ തുറക്കുമ്പോഴേക്കും കുറേ നെല്ലൊക്കെ പുഴുങ്ങൽ അമ്മാമ്മ ഞങ്ങളെ കൊണ്ട്, എൻ്റെ 2 അനിയത്തികൾ കൊണ്ട് ചെയ്യിപ്പിക്കും. ചവറൊക്കെ അടിച്ചു കൂട്ടി നെല്ല് പുഴുങ്ങൽ. ഒരു ദിവസം വല്യച്ഛൻ്റെ അമ്മായി, മാണിച്ചൻ്റെ ചേട്ടൻ്റെ ഭാര്യ, മരിച്ചുപോയ എൻ്റെ അങ്കിളിൻ്റെ ചേട്ടൻ്റെ ഭാര്യ, അമ്മായി, വല്യച്ഛൻ്റെ അമ്മായി,
അമ്മായിയുടെ വീട്ടിലേക്ക് പോയി. ഞാനും എൻ്റെ 2 അനിയത്തികളൊക്കെ ഉണ്ട്. അങ്ങനെ ചവറൊക്കെ അടിച്ച് തീയൊക്കെ ഇട്ട് നെല്ല് പുഴുങ്ങലൊക്കെ കഴിഞ്ഞ് കുറേ പണി എടുത്ത് അവസാനപ്പോഴേക്കും ഞാൻ ഉറങ്ങിയത് എനിക്ക് ഓർമ്മയുള്ളൂ. എനിക്ക് പിന്നെ ഒന്നും ഓർമ്മയില്ല. ഉറങ്ങി ഏറ്റത് പിറ്റേ ദിവസം നേരം വെളുത്ത രാത്രിയിലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല. പിറ്റേ ദിവസം കാലത്ത് എന്തോ ഒരു ഭക്ഷണം കിട്ടി. അമ്മായില്ലല്ലോ, അമ്മായി പോയേക്കല്ലേ അമ്മായിയുടെ വീട്ടിലേക്ക്. പുതുക്കാടാണ് അമ്മായിയുടെ വീട്. അമ്മാമ്മ ഞങ്ങൾക്ക് കാലത്ത് എന്താ തന്നേന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് തന്നത് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോൾ തലേ ദിവസത്തെ പപ്പടം വറുത്തത് ആകെ തണുത്ത് പൊട്ടിയ പപ്പടവും. ഉച്ചയിലത്തെ ഭക്ഷണത്തിന് തലേ ദിവസത്തെ പണിയെല്ലാം കഴിഞ്ഞ് ക്ഷീണം കൊണ്ട് ഉറങ്ങിയതാ. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് തലേ ദിവസത്തെ പപ്പടം മാറ്റി വെച്ച്, അതുകൊണ്ട് അമ്മാമ്മ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഞങ്ങളുടെ ഭക്ഷണത്തിൻ്റെ പരിപാടി ഒപ്പിച്ചു. അതാണ് അമ്മാമ്മ. അമ്മ വീട്ടിലായിരുന്നു. ഞങ്ങൾ കുട്ടികളാണ് മുക്കാട്ടുകര പാർക്കാൻ വന്നത്. അമ്മാമ്മയ്ക്ക് തരംതിരിവുണ്ട്. എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക്. എൻ്റെ അമ്മയുടെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്ക് ദാരിദ്ര്യമാണല്ലോ. അപ്പോൾ അമ്മയ്ക്ക് ദാരിദ്ര്യമാണല്ലോ. അമ്മയുടെ മക്കളെയൊക്കെ അമ്മാമ്മയ്ക്കൊരു വേർതിരിവാണ്. വല്യച്ഛൻ്റെ മക്കളെയും ഇളയമ്മയുടെ മക്കളെയൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മാമ്മയ്ക്ക്. അവർക്ക് കാശുമുണ്ട്. ഇളയമ്മയ്ക്കും വല്യച്ഛനായാലും മുക്കാട്ടുകര. പക്ഷെ എൻ്റെ അമ്മയുടെ മക്കളെ, അതായത് എൻ്റെ സഹോദരങ്ങളോടൊക്കെ ഒരു സ്നേഹക്കുറവാണ്. ഒരു മാറ്റി നിർത്തുന്ന പോലെയുള്ള, കുറ്റം പറയല്ല, പണ്ടത്തെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇപ്പം ചിരി വരിക. എന്നാൽ അപ്പാപ്പന് ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ അപ്പന്. ഞങ്ങളെ ഒരു വേർതിരിവ് കാണിക്കുന്ന ആ ഒരു സ്വഭാവം അമ്മാമ്മയുടെ അപ്പാപ്പന് പിടിക്കില്ല. അപ്പാപ്പൻ ഞങ്ങൾ കാണാണ്ട് അമ്മാമ്മയ്ക്ക് നല്ല ചീത്തയൊക്കെ കൊടുക്കും. ഈ കാര്യം പറഞ്ഞ് അതൊക്കെ ഇപ്പോൾ ഓർമ്മയിൽ വരികയാണ് ഇപ്പോൾ. അപ്പോൾ അമ്മയുടെ മരിച്ച ദിവസവും ഈ ഒരു കൊച്ചു സംഭവം ഓർമ്മയിൽ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ.